ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല തേങ്ങാച്ചോറും അതിലേക്ക് ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന നല്ല ബീഫ് കറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കി. അപ്പോൾ അതിന് വേണ്ടി 3 കപ്പ് അരി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 1 കപ്പ് ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തത്, 1 കപ്പ് മുഴുവനായിട്ട് തേങ്ങ ചിരകിയതും, 1 ടീസ്പൂണ് ഉലുവയും, 1 ടീസ്പൂൺ വലിയ ജീരകവും കൂടി കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിന്ന് വേഗത്തിൽ തയ്യാറാക്കാം. അപ്പോൾ ഈ ഒരു കലത്തിലാട്ടോ തേങ്ങാച്ചോറ് ഉണ്ടാക്കണേ. അതിലേക്ക് കഴുകി വെച്ച് അരി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു പാത്രത്തിൽ അരി മുഴുവനായിട്ട് കിട്ടാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 കപ്പ് നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, കട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ തേങ്ങ ചിരകിയതും ഉലുവയും വലിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 6 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. 3 കപ്പ് അരിയിലേക്ക് 6 കപ്പ് വെള്ളമായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങാച്ചോറൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ, നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇത് ഇളക്കിയതിന് ശേഷം സിമ്മിലിട്ടിട്ട് വേണം നമുക്ക് വേവിച്ചെടുക്കാൻ. തിളച്ചിട്ട് വേണം സിമ്മിലിടാൻ കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം വേവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നും കൂടെ ഒന്ന് സിമ്മിലിട്ടിട്ട് മൂടി വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോഴേക്കും നമ്മളെ തേങ്ങാച്ചോറ് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ തേങ്ങാച്ചോറ് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വറ്റി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ തേങ്ങാച്ചോറ് ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തേങ്ങാച്ചോറിലേക്ക് പറ്റിയ നല്ലൊരു ബീഫ് കറി ഉണ്ടാക്കാം കേട്ടോ. അതിനുവേണ്ടി 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ബൗൾ ചെറിയ ഉള്ളി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു അരപ്പ് വെളുത്തുള്ളിയും വലിയ ജീരകവും ചെറിയ ജീരകവും കൂടി അരച്ചെടുത്തതാണ് കേട്ടോ. അത് നന്നായിട്ട് അരച്ചെടുത്തതാണ്. ഇനി 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾ, 1 ടീസ്പൂണ് ഉലുവ, ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേഗത്തിലൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിലാട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കറിലാണ് കേട്ടോ ബീഫ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചെറിയ ഉള്ളി മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് അരച്ചെടുത്ത അരപ്പുണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സാക്കി എടുക്കണം കേട്ടോ. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 4 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ബീഫ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് തൂമിച്ചെടുക്കാം. അപ്പോൾ ചെറിയ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണയിലിട്ടതൊന്ന് തൂമിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കറി അതിലേക്ക് ഒഴിച്ചെടുക്കുക. കറി നല്ല അടിപൊളി സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്തിരി വെള്ളത്തോടു കൂടി ആയിരിക്കണ്ട നമ്മളെ കറി തേങ്ങാച്ചോറിലേക്ക് ഒഴിച്ച് കഴിക്കേണ്ടതല്ലേ. അപ്പോൾ അത് നല്ല അടിപൊളി ബീഫ് കറിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങാച്ചോറും ബീഫ് കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ബീഫ് കറിയും നല്ല സൂപ്പർ തേങ്ങാച്ചോറൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ റെസിപ്പി ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ മഴയത്ത് കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കോമ്പിനേഷനാണ് തേങ്ങാച്ചോറും ബീഫ് കറി. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും, നമസ്കാരം.